ഹലോ നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് കുറച്ച് പേര് പറഞ്ഞായിരുന്നു റിയലിസ്റ്റിക് റെൻഡർ എടുക്കണം എങ്ങനെയാണെന്ന് കാണിച്ചു തരണം എന്നൊക്കെ. ഞാൻ പറയുന്ന എൻ്റെ റെൻഡറൊക്കെ ഞാൻ റിയലിസ്റ്റിക് ആണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ഒരു കാണുന്ന ഈ ഒരു കോലത്തിൽ നിന്ന് ഇങ്ങനത്തെ ഒരു റെൻഡർ എടുക്കാനായിട്ട് എങ്ങനെ മൂവ് ചെയ്യാം എന്നുള്ള രീതി ഞാൻ കാണിച്ചു തരാം. ഇന്നത്തെ വീഡിയോയിൽ അതായിരിക്കും. അപ്പോൾ ഷോർട്ടാക്കാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ ഈ ഒരു ഷോട്ടിലേക്ക് എത്താനായിട്ട് ഞാൻ എന്ത് ചെയ്തു എന്നുള്ളതായിരിക്കും ഞാൻ മെയിനായിട്ട് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സീൻ. അതായത് ഞാൻ സീൻ സെറ്റ് ചെയ്തിടാൻ വേണമെങ്കിൽ സീൻ 6. ഓക്കെ, ഇപ്പോൾ ഇതൊരു ശരിക്കൊരു വീടാട്ടോ. സ്റ്റെയറും കാറിലും കിച്ചണൊക്കെ ഉണ്ട്. അത് നോക്കണ്ട. നമുക്ക് ഈ ഒരു ഷോട്ട്, അതായത് ഈ ഒരു വ്യൂവിനെ എങ്ങനെ അടിപൊളിയാക്കാം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഈ ഗ്ലാസ് ഒക്കെ ഉണ്ടോ ഇരുണ്ടിരിക്കുന്നത്, നമ്മളാദ്യം തന്നെ മെറ്റീരിയലൊക്കെ ഇടാം. അതാണ് ഏറ്റവും ഫസ്റ്റ്. നമ്മൾ എവിടെയൊക്കെ എന്തൊക്കെയാണോ ഉദ്ദേശിച്ചിരിക്കണത് അതൊക്കെ ചെയ്യുക. ഗ്ലാസ്സിൽ തന്നെ ഇവിടെ നോർമൽ ഗ്ലാസ് ഉണ്ടാവും, അതെടുക്കുക, ഇതിനിടുക, ഇവിടെ ഇടുക, അതുപോലെ ഇതിനും കൊടുക്കുക, ജനലിനും കൊടുക്കുക. ഓക്കെ, നോർമൽ ഗ്ലാസ്സായി. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇത് ശരിക്കും ഗ്ലോസി വൈറ്റ് എന്നാണ്. ഞാൻ മെറ്റീരിയലൊക്കെ ഗ്ലോസി വൈറ്റാണ്. അപ്പോൾ നമുക്കതിനൊന്ന് ഗ്ലോസി ആക്കണം. ഒരു കാര്യം ചെയ്യുക, ഇതിന് റഫ്നെസ് എന്തായാലും കുറഞ്ഞു കിടക്കുവാണ്. നമുക്ക് മെറ്റാലിക് ഒരു ഇച്ചിരി കൂട്ടി കൊടുത്താൽ ആ ഗ്ലോസി ആവും. ഒരു 0.2 കിടക്കട്ടെ. അതായത് ഇപ്പം ഞാൻ ഇവിടെ ലൈറ്റ് ഞാനിങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അതവിടെ തിളങ്ങണം, അതാണ് ഉദ്ദേശിക്കണേ. പിന്നെ ഇവിടെ നമ്മുടെ സ്പോട്ട് ലൈറ്റൊക്കെ ഓണാക്കി കൊടുക്കുക കേട്ടോ. ഒരു ലൈറ്റ് ഇവിടെ കിടപ്പുണ്ട്, നേരെ MCU അടിച്ചു കൊടുക്കുക. അപ്പോൾ ലൈറ്റ് ഉണ്ട്. ഇപ്പോൾ ലൈറ്റ് കണ്ടോ അവിടെ റിഫ്ലക്റ്റ് ചെയ്തേക്കണുണ്ടോ? അതാണ് ഗ്ലോസി ആക്കണം എന്ന് പറഞ്ഞത്. പിന്നെ നമ്മുടെ ഈ ഹാൻഡിലുകളൊക്കെ നമുക്ക് മെറ്റാലിക് ആക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതായി ചെയ്യാം. കാര്യം ചെയ്യാം. ഇപ്പം എനിക്ക് തോന്നുന്നു മെറ്റാലിക് ഓൾറെഡി ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. സ്റ്റെയിൻലെസ് സ്റ്റീൽ, അതായത് അസറ്റ്സിൽ മെറ്റലിൽ, പോളിഷ്ഡ് മെറ്റലിൽ മിറർ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇതാണ് കൊടുത്തിരിക്കുന്നത്. പ്ലെയിനൊക്കെ പറഞ്ഞു സൗണ്ട് കേൾക്കുന്നുണ്ട്. നോക്കട്ടെ, ഇത് കൊടുത്തിരിക്കുന്നതാണ്. ഓക്കെ, നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ വക കാര്യങ്ങൾ, അതായത് നമ്മൾ എവിടെയൊക്കെ എന്തൊക്കെ മെറ്റീരിയലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കണേ അത് കൊടുക്കുക. ഈ വുഡ് ഒക്കെ ഞാൻ കസ്റ്റമായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വുഡാണ്. അതായത് ഇതിനകത്ത് വുഡിൽ പോയാൽ നമുക്കൊരു യൂറോപ്യൻ ആഷ് എന്ന് പറഞ്ഞുള്ളൊരു സംഭവമുണ്ട്. ഇവിടെ പോയി താഴെ കണ്ട യൂറോപ്യൻ ആഷ്. ഈ യൂറോപ്യൻ ആഷ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ലൈറ്റ് കളറാണെന്നാണ് എൻ്റെ ഓർമ്മ. കണ്ട ഒരു ലൈറ്റ് കളറാണ്. അതിനെ ഞാൻ ഈ ഒരു ഷെയ്ഡിലേക്ക് ഞാൻ മാറ്റിയെടുത്തിരിക്കുന്നത്. ഒന്നുമില്ല, അതിൻ്റെ ബേസ് കളറിൽ പോയിട്ട് അതിനെ ഒന്ന് ട്വീക്ക് ചെയ്ത് കൊടുത്തെന്നുള്ളൂ. ഞാനങ്ങനെ സേവ് ചെയ്തിട്ടിരിക്കുന്നതാണ് ഈ യൂറോപ്യൻ ആഷ്. അപ്പോൾ ഇതിനാണെങ്കിൽ റഫ്നെസ് ഒരു 0.2 ഒക്കെ ഇട്ടിട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഞാനത് ലോക്കലി ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്കിവിടെ ആഡ് ടു ലോക്കലി കൊടുത്തു കഴിഞ്ഞാൽ യൂസ് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഓൺലൈനിലൂടെ ലോക്കലി വന്നു കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ യൂറോപ്യൻ ആഷ് കിടപ്പുണ്ട്. ഇങ്ങനെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നതാണ്. എൻ്റെ ഡെസ്ക്ടോപ്പിൽ അധികം മെറ്റീരിയലില്ല, കാരണം ഞാൻ കൂടുതലും എൻ്റെ ലാപ്പിലാണ് വർക്ക് ചെയ്യണത്. കാരണം ലോക്കൽ മെറ്റീരിയലൊക്കെ ഇച്ചിരി ഉള്ളൂ. ഓക്കെ, പിന്നെ ഞാൻ ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് കിടക്കുന്ന ഈ വേസ്, ഇതിനൊക്കെ ഞാൻ മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. സെറാമിക് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് റഫ്നെസ് കുറച്ചിട്ടേക്കുക, അതാണ് ചെറിയൊരു തിളക്കം. അതുപോലെ ഇതിനകത്തായിക്കോട്ടെ ചെറിയൊരു ഗോൾഡൻ കളർ വരുന്ന സംഭവം കൊടുത്തു. പിന്നെ നമ്മുടെ ഈ ഫ്രെയിം എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആക്കിയിട്ട് അതിന് റഫ്നെസ് ചെയ്ത് കുറച്ചിട്ടേക്കുക, ബ്ലാക്ക് ഫ്രെയിം. പിന്നെ നോക്കേണ്ടത് നമ്മുടെ ഈ പില്ലോകൾ. ഈ പില്ലോയൊക്കെ കണ്ട ഞാൻ ക്ലോത്ത് മെറ്റീരിയലായി കൊടുത്തിട്ടുണ്ട്. ക്ലോത്ത് മെറ്റീരിയലായി കൊടുത്തിട്ട് റഫ്നെസ് ഫുള്ള് കൂട്ടിയിട്ട് മെറ്റാലിക് ഒരു 0.65 to 0.7 അതിനിടയിൽ നിർത്തണം എപ്പോഴും. എന്നാലാണ് നമ്മൾ സ്കെച്ചപ്പിൽ എന്ത് കളറാണോ ഇട്ടിരുന്നത് അത് തന്നെ നമുക്ക് ഇവിടെ കിട്ടുള്ളൂ, അല്ലെങ്കിൽ അത് വ്യത്യാസം വരും. അതേപോലെ ഇപ്പോൾ ഈ ഒരു സീറ്റിംഗ് ആയിക്കോട്ടെ, ഇതിന് ഞാൻ ഒരു മെറ്റീരിയൽ ഗ്രീൻ സ്ട്രൈപ്പ് ജിപ്സം എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ, അതായത് അസറ്റിൽ ഓൺലൈനിൽ പോയി കഴിഞ്ഞാൽ ഫാബ്രിക്കിൽ കിടപ്പുണ്ടാവും. ഇവിടെ ഉള്ള ഒരു മെറ്റീരിയലാണത്, ഗ്രീൻ സ്ട്രൈപ്പ് ജിപ്സം എന്ന് പറഞ്ഞ്. അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബേസിക്കലി എനിക്ക് എവിടേക്ക് എന്താ ജനലാണെങ്കിൽ ഇങ്ങനെ റെഡ് ടീക്ക് അല്ല, നമ്മൾ സ്കെച്ചപ്പ് മെറ്റീരിയൽ തന്നെ കിടക്കണേ. ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ജനലിനെ, അങ്ങനെ തന്നെ ഇട്ടേക്കുക. ഓക്കെ, ജനലല്ലേ ഞാൻ ചെയ്ത്. ഓക്കെ, ജനലുള്ള റെഡ് ടീക്ക് തന്നെ. ഓക്കെ, റെഡ് ടീക്കാണ് നമ്മുടെ അസറ്റ്സിൽ വുഡിലുള്ള മെറ്റീരിയലാണ്, അത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഗ്ലാസ്സൊക്കെ എവിടെയൊക്കെ ഉണ്ടെങ്കിൽ ഗ്ലാസ്സൊക്കെ കൊടുക്കാനായിട്ട് മറക്കരുത്. പിന്നെ റിഫ്ലക്ഷൻ അടിക്കേണ്ട സാധനങ്ങളുണ്ടെങ്കിൽ അതിനൊക്കെ റഫ്നെസ് കുറയ്ക്കുക, മെറ്റാലിക് ലേശം കൂട്ടും. ഇപ്പോൾ എനിക്ക് ടൈല് ശരിക്കും ചെറിയൊരു തിളക്കം ഉണ്ടാവും.
എനിക്ക് റഫ്നെസ് കുറയ്ക്കുക കണ്ട ഇത് വന്നാണില്ല, റിഫ്ലക്ഷൻ വന്നാണില്ല. ഇതിൻ്റെ ഇച്ചിരി മെറ്റാലിക്കും കൂട്ടി കൊടുക്കുക. ചെറിയൊരു തിളക്കം ഉണ്ടാവും ടൈലിനൊക്കെ, അപ്പോൾ അത് ഇരിക്കട്ടെ. ഇതാണ് നമ്മുടെ ഷോട്ട്. ഇനി നമുക്ക് ഇങ്ങോട്ട് ഈ ഒരു സീനിലേക്ക് വന്നു കഴിഞ്ഞാൽ വേറെ റെക്റ്റാങ്കിളായിട്ട് മുകളിൽ കിടപ്പുണ്ട് കേട്ടോ. ഞാൻ ഇട്ടിരുന്നത് അതിൻ്റെ ആവശ്യം നമുക്കില്ല, അത് കളയാം. ഒന്നും കൂടി ഇരുട്ടാവും. ഉണ്ടോ, ഇതാണ് ഒരു ഷോട്ട്. അതായത് ഇത് നമ്മളിപ്പോൾ ഇരിക്കുന്ന സിറ്റുവേഷൻ ഇതാണ്. ഇനി നമുക്ക് ഇതിനെ എങ്ങനെ വരുത്തണം, ഈ ഒരു ലുക്കിലേക്ക് കൊണ്ടുവരണം. ചെറിയൊരു അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഡാർക്ക് ഏരിയാസ് ഉണ്ട്, ഷാഡോസ് ഉണ്ട്. ഇതിനകത്തൊക്കെ ഇരുട്ടാണ്, കാരണം ഇതിനകത്തൊക്കെ ശരിക്കും ലൈറ്റ് ഇട്ടിട്ടില്ല നമ്മൾ. റിയൽ ലൈഫിൽ നമ്മൾ ലൈറ്റ് കൊടുത്താലേ കാണത്തുള്ളൂ. ലൈറ്റ് ഇല്ലാത്തൊരു ഫർണിച്ചറാണെന്ന് വിചാരിക്കാം. ഓക്കെ, നിങ്ങളവിടെയൊക്കെ ഗ്ലോസിനെസ് ഒക്കെ അടിച്ചിട്ടുണ്ട്. പുറത്ത് നല്ലൊരു HDRI ഉണ്ട്, കുറച്ച് വെയിലൊക്കെ അടിക്കുന്നുണ്ട്. ഓക്കെ, ഇതിലേക്ക് എത്തിക്കാം. ഇപ്പോൾ എന്താ ചെയ്യേണ്ടത്, ആദ്യം തന്നെ ഈ ഒരു ലുക്കിനെ മാറ്റണം, അതായത് ഈ ഒരു പ്രീസെറ്റിനെ മാറ്റണം. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ടെറൈൻ ഓണായി കിടക്കുക. പുതിയ അപ്ഡേറ്റിൽ വന്ന് നമുക്കിതിൻ്റെ ആവശ്യമില്ലല്ലോ, ഇൻറ്റീരിയർ അല്ലേ ചെയ്യണേ. നേരെ ഈ ടെറൈൻ കിടക്കണ്ട, ഞാനങ്ങനെ അതിനെ കളഞ്ഞു, ടെറൈൻ പോയി, നമ്മുടെ പഴയ സാധനമായി. ഇനി ഇതിനെന്ത് ചെയ്യണം, ഈ റെക്റ്റാങ്കിൾ ലൈറ്റ് നമുക്ക് ഇതിന് ആവശ്യമില്ല, ഞാൻ ഡിലീറ്റ് കളയാം. ഡിലീറ്റ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഞാൻ സാധാരണ പറയുന്ന പോലെ പ്രീസെറ്റുകൾ സ്റ്റുഡിയോയിൽ പോയിട്ട് നമ്മുടെ DFI ക്യൂറേറ്ററിൽ പോയി കഴിഞ്ഞിട്ട് കുറേ പ്രീസെറ്റ് ഉണ്ട്. എൻ്റെ മിക്കപ്പോഴും ഉപയോഗിക്കുന്ന പ്രീസെറ്റാണ് ഇവിടെ രണ്ടാമത്തേൽ നമ്മുടെ എക്സിബിഷൻ ഹാൾ എന്ന് പറയുന്നത്. ഈ പ്രീസെറ്റ് ഇത് ഇങ്ങ് എടുക്കുക, നിങ്ങൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രീസെറ്റ് വരും. കുറച്ച് കോൺട്രാസ്റ്റ് കൂടിയ ഒരു ലുക്കാണ്, കണ്ടോ. ഇതാണ് ആ പ്രീസെറ്റ്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ വെളിച്ചമൊന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തി. ഇനി എന്ത് ചെയ്യണം, നമ്മൾ ഇതിലേക്ക് പുറമേ കാണുന്ന HDRI മാറ്റി കൊടുക്കാൻ പോവുക. അത് ഞാൻ ഇവിടെ കസ്റ്റം HDRI സെൻറ്ററിൽ കിടപ്പുണ്ട് കുറച്ചെണ്ണം, അപ്പോൾ അതിൽ ഞാൻ ഒരെണ്ണം ഇട്ട് കൊടുക്കാൻ പോവുക. ഇത് അവിടെ നിന്ന് എടുത്തു എന്നൊക്കെ ഉള്ളത് ഞാൻ ഇപ്പോൾ എൻ്റെ പഴയ വീഡിയോകളിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, എങ്ങനെ HDRI പുറത്തുനിന്ന് എടുക്കാമെന്നൊക്കെ ഉള്ളത്. അത് പോളി ഹെവൻ പോലത്തെ സൈറ്റിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നമുക്ക് HDRI ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അതാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യണത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു HDRI ഞാൻ ഇട്ട് കൊടുക്കുക എന്നാണ് ഞാൻ വിചാരിക്കണേ. എൻ്റെ ലാഗ് 2-3 ഉള്ളൂ, ഞാൻ ഇതിട്ട് കൊടുക്കുന്നു. നമ്മുടെ ഇവിടെ പുറത്തിറങ്ങണം ഇത് തന്നെയാണ്. ഓക്കെ, അതിട്ട് കൊടുത്തു. എന്നിട്ട് അതിനെ ഒന്ന് റൊട്ടേറ്റൊക്കെ ചെയ്ത് നോക്കുക, എന്തെങ്കിലും ഭംഗിയുള്ള ഏതെങ്കിലും ഇംപ്രഷൻ ഉണ്ടോ എന്നുള്ളത്. പ്രത്യേകിച്ചൊന്നും തോന്നണില്ല. അവിടെ കുറച്ച് കാടും പുല്ലും ഒക്കെ തന്നെ പിന്നീട്. പിന്നെന്താ, നമ്മുടെ ലൈറ്റ് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഈ ഒരു ലുക്ക് കിട്ടണമെങ്കിൽ ഇതിൽ ലൈറ്റ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഇൻറ്റൻസിറ്റി ഒന്ന് കൂട്ടി കൊടുത്ത് നോക്കാം. വ്യത്യാസമൊന്നും പറ്റില്ല. എക്സ്പോഷർ ഒന്ന് കൺട്രോൾ ചെയ്താലോ, കണ്ടോ, എക്സ്പോഷർ ഒന്നും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ലുക്കിലെത്തി. അതായത് ഇതാണ് നമ്മുടെ ഫൈനലിൽ എത്തേണ്ടത്, അതിലേക്ക് എത്തിക്കാം. ഇപ്പോഴും ഒരു നീലമയം കരുതുന്നുണ്ട്. അപ്പോൾ എഫക്റ്റിൽ പോയിട്ട് ഈ വൈറ്റ് ബാലൻസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നീല ടച്ച് പോയി കിട്ടിയില്ലേ. പുറത്തുള്ള നമ്മുടെ ഈ എഫക്റ്റിൽ പോയി കഴിഞ്ഞാൽ കണ്ട ഈ ഇൻറ്റൻസിറ്റി ഇതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആ ഇരുട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഇനി അത് കൂടാതെ ഇപ്പം എൻ്റെ ഈ വുഡൊക്കെ ഡാർക്കാണ്, ഞാൻ കൊടുത്ത വുഡെല്ലാം ഇരുട്ടായി പോയി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഈ വുഡിനെ എടുത്തിട്ട് ബേസ് കളറിൽ പോയിട്ട് ഇവിടെ ഞെക്കി കഴിഞ്ഞാൽ എനിക്ക് അതിനെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാം. ബ്രൈറ്റ്നസ് ഒന്ന് ഞാൻ കൂട്ടി കൊടുക്കാൻ പോവാം, കാരണം എനിക്ക് വുഡ് കാണണം കേട്ടോ. ഇപ്പം എൻ്റെ വുഡ് വെളിച്ചത്തിലേക്ക് വന്നു. ഓക്കെ, ബാക്കി ഈ ഭാഗത്തൊക്കെയുള്ള ഇരുട്ട് കുഴപ്പമില്ല, കാരണം ഇതിൻ്റെ അകത്തൊക്കെ കുറച്ച് ഇരുട്ട് വേണം കിടന്നോട്ടെ. ഇപ്പം എന്താ, എൻ്റെ വുഡും എത്തി. ഇനിയും ഞാൻ നോക്കുകയാണെങ്കിൽ ഇപ്പം ഈ ഒരു ഷോട്ടിൽ നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് കാണുന്നത് സൺലൈറ്റ് നല്ലോണം അടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സൺലൈറ്റിനെ കൊണ്ടുവരാം. ഈ സണ്ണിനെ ഞാനിങ്ങനെ ആൾട്ടിറ്റ്യൂഡ് കുറച്ച് സിമൂത്ത് ഇങ്ങനെ ഒന്ന് കറക്കി നോക്കിയാൽ വെയിൽ കറങ്ങിയടിച്ച് വരും. നമുക്കിതിൽ നോക്കി കഴിഞ്ഞാൽ അങ്ങനെ വെയിലടിച്ചങ്ങനെ അങ്ങനെ തന്നെ വയ്ക്കാം. ഇങ്ങനെ വെച്ച് കൊടുത്താൽ കണ്ടോ വെയിൽ എത്തി. ഇപ്പം ഇത്ര എക്സ്പോഷറിൻ്റെ ആവശ്യമില്ല, കാരണം വെയിൽ വന്നല്ലോ. എക്സ്പോഷർ ഞാൻ കുറച്ച് കൊടുക്കുക. ഓക്കെ, ഇപ്പം ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇനി എന്താ ഉള്ളത്, നമ്മൾ പുറത്തുള്ള HDRI ഇതെല്ലാം തോന്നണം അല്ലേ. HDRI ഞാനൊന്ന് മാറ്റി നോക്കാം. ഡയലാഗ് 3-4 ഉള്ളൂ, ഏതെങ്കിലുമൊക്കെ തന്നെ ആയിരിക്കും എന്തായാലും. ഇതാണെന്ന് തോന്നുന്നു നമ്മുടെ HDRI. പുറത്തുള്ളതാ, അതുമായി കൊടുത്ത്
മനസ്സിലായില്ലേ? ഇപ്പോഴും ഒരു മഞ്ഞപ്പ് കയറി വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കളർ ടെമ്പറേച്ചറൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സണ്ണിൻ്റെ മഞ്ഞപ്പ് നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതും റെഡിയാവും. ഇനി നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? പ്രത്യേകിച്ചൊന്നും തന്നെ ചെയ്യാനില്ല. എക്സ്പോഷറൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാന്നൊക്കെ ഉള്ളതേ ഉള്ളൂ. ഈ യെല്ലോ ടിൻറ്റ് കുറയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് പിന്നെയും വൈറ്റ് ബാലൻസ് കൊടുത്താൽ മതി. യെല്ലോ ടിൻറ്റ് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ ഈ ഒരു ഗതിയിലേക്ക് ഇപ്പം എത്തി. ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും ഓരോ തരത്തിലേക്ക് മിക്കപ്പോഴും പോവുക. അതങ്ങനെ തന്നെയാണ്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി ഡിമ്മാണ്. കുറച്ച് ദിവസം ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ടിരിപ്പുണ്ട്. അതിൻ്റെ എക്സ്പോഷറിൻ്റെ കൺട്രോളിൽ മാത്രം വന്നിരിക്കുന്ന വ്യത്യാസമാണ്. ഞാൻ സീൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ വന്നതിലേക്ക് എന്താ സംഭവിച്ചേക്കണമെന്ന് നോക്കിക്കഴിഞ്ഞാൽ HDRI അപ്പുറത്തേക്കൊന്ന് റൊട്ടേറ്റ് ആയിട്ടുണ്ട്. എക്സ്പോഷർ 0.03 തന്നെ കിടക്കുന്നു. ഞാൻ നമ്മുടെ സീനിനെ ഞാൻ എടുത്തിട്ട് എക്സ്പോഷർ സെയിമാണ്, HDRI മാത്രം മാറിയിട്ടുള്ളൂ. അതിന് ഞാൻ അങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് എത്തും, വ്യത്യാസമൊന്നുമില്ല. കണ്ട ഈ ഒരു രീതിയിലേക്ക് വരാം. ഞാൻ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിന് ഞാൻ റണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഈ കോലത്തിലേക്ക് തന്നെ വരും. അതാണ് അത്രയുള്ള കാര്യം. ഇപ്പോൾ മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഏറ്റവും ആദ്യം ബേസിക്കായിട്ട് മെറ്റീരിയലെല്ലാം ഇടുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം എന്താ വെച്ചാൽ നമ്മുടെ മോഡൽ ഇപ്പം ഈ ഒരു സോഫ സീറ്റിംഗ് നോക്കിയേ ഒരു ഒറിജിനാലിറ്റി ഇല്ലാത്തൊരവസ്ഥയിൽ കിടക്കണേ. കാരണം എന്താണെന്ന് വെച്ചാൽ സ്കെച്ചപ്പിൽ ഇട്ടിരിക്കുന്ന ഈ സോഫയുടെ ഈ സീറ്റിങ്ങിന് ഒരു ഡീറ്റെയിൽ കുറവ്, അതായത് ചുളുക്കും കാര്യങ്ങളൊന്നും ഇല്ല. ചുമ്മാ ഒരു പെട്ടി പോലെ ഇരിക്കുന്നതുകൊണ്ടാണ് അതിനൊരു ഒറിജിനാലിറ്റി ഇല്ലാത്തത്. എന്നാൽ ഈ പില്ലോയ്ക്കൊന്നും അത്രയും തോന്നുന്നില്ല. അപ്പം നമ്മുടെ മോഡലിന് എന്തോരം ഡീറ്റെയിൽ ഉണ്ടോ അത് നല്ലോണം വൃത്തിക്ക് നമ്മുടെ റെൻഡറിങ്ങിൽ കാണാൻ പറ്റും. അപ്പോൾ അതാണ്. ഇപ്പോൾ സോഫയ്ക്കൊക്കെ നല്ല ചുളുക്കും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നല്ല ഒറിജിനാലിറ്റി തോന്നും. ഇതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ റെൻഡർ ചെയ്ത് കഴിഞ്ഞിട്ട് AI ഇട്ട് കൊടുത്തുനിന്ന് പോസ്റ്റ് പ്രോസസ്സിങ് നടത്തി എൻഹാൻസ് ചെയ്തെടുക്കാൻ പറ്റും. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ AI യൂസ് ചെയ്യണം വേണ്ടിയുള്ള നിങ്ങളുടെ താല്പര്യമാണ്. അത് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഇപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ എവിടെയൊക്കെ തിളക്കം വരുന്നുണ്ടോ അവിടെയൊക്കെ ഞാൻ റഫ്നെസ് കുറച്ച് മെറ്റാലിക് കൂട്ടി, ടൈലായിക്കോട്ടെ, നമ്മുടെ ഈ കാർഡ്ബോർഡ് ക്യാബിനറ്റ് ആയിക്കോട്ടെ, ഗ്ലാസ് എവിടേക്കൊണ്ട് ഇട്ട് കൊടുത്തു, വുഡൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ പുറത്തുള്ള ടെറൈൻ എടുത്ത് കളഞ്ഞു, നല്ലൊരു HDRI കൊണ്ടുവന്ന് ഇട്ട് കൊടുത്തു, സൺ അഡ്ജസ്റ്റ് ചെയ്തു, എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്തു, വൈറ്റ് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്തു. ഇത്രയൊക്കെ തന്നെയുള്ളൂ ഞാൻ ചെയ്തിരിക്കുന്നത്. അതിൽ വളരെ ചുരുക്കം സമയം കൊണ്ട് നമ്മൾ തുടങ്ങിയത് എങ്ങനെയാണെന്ന് നോക്കണം. കേട്ടോ, ഇങ്ങനെ വെളുത്തിരിക്കണം. അത് HDRI ഞാൻ മാറ്റി ശരിക്കും ഇങ്ങനെ, അതായത് ഇങ്ങനെ ഇരുന്നിരുന്നൊരു സംഭവം വിത്ത് ടെറൈൻ ഓണായി കിടന്നിരുന്ന ആ ഒരു ലുക്കിൽ നിന്ന് നമ്മൾ എവിടെ എത്തി? ഈ ഫൈനൽ ഔട്ട്പുട്ടിലേക്ക് എത്തി. ടെറൈന് ഓഫ് ചെയ്തിട്ട്. മനസ്സിലായില്ലേ? എത്ര നേരം എടുത്ത്? ഒരു 10-12 മിനിറ്റ് ഒക്കെ എടുത്തുള്ളൂ. അതാണ്, അതിൻ്റെ ആവശ്യമുള്ളൂ. ഇപ്പോൾ റിയലിസ്റ്റിക് റെൻഡർ, അതായത് റിയലിസ്റ്റിക് ഞാൻ പറയുന്നില്ല, ഇതേമാതിരി ഒക്കെ ഒരു ലുക്കിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. മെറ്റീരിയലൊക്കെ കൊടുക്കാൻ നോക്കുക, റഫ്നെസ് റിഫ്ലക്ഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക, നല്ല HDRI പുറത്തുനിന്ന് കിട്ടുകയാണെങ്കിൽ എടുത്തിടുക, ലൈറ്റിങ് എക്സ്പോഷറൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക. ഇത് നമ്മൾ തന്നെ ചെയ്ത് തന്നെ പഠിക്കേണ്ട ഒരു കാര്യമാണത്. അല്ലാണ്ട് ഇത് ഞാൻ പറയുന്നത് പോലെ തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടണമെന്നില്ല. നമ്മൾ ആ ചെയ്യേണ്ട കാര്യങ്ങൾ, അതായത് എന്തൊക്കെ കൺട്രോൾ ചെയ്താൽ എവിടെയൊക്കെ മാറ്റങ്ങൾ എങ്ങനെയൊക്കെ വരും എന്നുള്ളത് ചെയ്ത് തന്നെ പഠിക്കുക. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ അതാ പറയാനുള്ളത്. അടുത്ത വീഡിയോയിൽ ഞാൻ മറ്റേ 360 ഇമേജ് റെൻഡർ ചെയ്തിട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്, അതായത് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. സ്നീക്ക് പീക്ക് പോലെ ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ഗിറ്റ് ഹബിൽ കയറി കഴിഞ്ഞാൽ ഒരു ഇതിൽ കാണാനില്ലെന്ന്. ഓക്കെ, എൻ്റെ പ്രൊഫൈല് ഇതിൽ കയറി കഴിഞ്ഞ് ഞാൻ ഒരു കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഉണ്ടാക്കിയെടുത്ത, അതായത് നമ്മൾ D5-ൽ 360 ഡിഗ്രി ഇമേജ് റെൻഡർ ചെയ്തെടുത്തിട്ട് പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതിനെ ഒന്ന് വ്യൂ ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റിയെടുത്തു. ഇതിപ്പോൾ ഒരു ഓപ്പൺ ഫ്ലോർ പ്ലാനാണ്. അതിൽ നമുക്കിവിടെ കോർട്ട്യാർഡ് ഉണ്ട്. ക്ലിക്ക് ചെയ്താൽ കോർട്ട്യാർഡ് കാണാം. കറങ്ങി വരാം. ഇത് ഡൈനിങ് ഉണ്ട്. ഡൈനിങ്ങിൽ ക്ലിക്ക് ചെയ്താൽ ഡൈനിങ് കാണാം. ഇവിടെ നമുക്കിത് കിച്ചൺ ഓപ്ഷൻ ഉണ്ട്. കിച്ചൺ ക്ലിക്ക് ചെയ്താൽ കിച്ചൺ കാണാം. കണ്ടോ? ഇനി ഇവിടെ ഫോർമൽ ലിവിങ് ഉണ്ട്. അങ്ങോട്ട് പോവാം. കേട്ടോ, ഫുള്ള് രജിസ്റ്റർ ചെയ്യാം കേട്ടോ. ആ കാണാൻ ഭാഗത്തിന് ഞാൻ ഉണ്ടാക്കിയിട്ടേക്കാം. തിരിച്ച് ലിവിങ് റൂമിലേക്ക് വരാം. ഇങ്ങനെ
ഇങ്ങനൊരു സംഭവം ചെയ്യണമെങ്കിൽ അതായത് നമ്മൾ ചുമ്മാ ഫോട്ടോ സിലിണ്ടർ കൊടുക്കുന്നതിന് പകരം ഇങ്ങനത്തെ ഒരു സംഭവം ലിങ്ക് അയച്ചു കൊടുത്ത് ക്ലയൻറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ ക്ലയൻറ്റിന് ആ വീട് മുഴുവൻ നടന്ന് കാണാം എന്ന രീതിയിലേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ